ഹലോ 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 എല്ലാവർക്കും എഴുതാപ്പുറത്തിൻ്റെ ഈ ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എഴുതാപ്പുറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വകയായും എൻ്റെ വകയായും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ വിത്ത് മീ ആർ ലേഖ, കൃഷ്ണകുമാർ ആൻഡ് അനൂപ്. ദിസ് ഇസ് സന്ദീപ് സോമശേഖരൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ പകുതി സംസാരിച്ച് നിർത്തിയത് നോൺ ഫിക്ഷൻ പുസ്തകങ്ങളെക്കുറിച്ചാണ്. അപ്പം അതിലേക്ക് കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ലേഖ, ഓവർ ടു യു, യു കെൻ സ്റ്റാർട്ട് ദിസ് ടൈം. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് നോൺ ഫിക്ഷൻ വായിക്കുന്ന ഒരാളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലെ പുസ്തകങ്ങൾ എന്നായിരുന്നു. അത് പക്ഷെ എനിക്ക് ഒന്ന് സിക്സ്ത് എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് സാൻഡി സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനത് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓ ഫിക്ഷൻ ഉറങ്ങാം. ബിക്കോസ് എനിക്കൊന്ന് ഫിക്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ ഈ പറഞ്ഞമാരെ സെൽഫ് ഹെൽപ്പ് ബുക്കും ബയോഗ്രഫീസും അതിൽ കവിഞ്ഞൊന്നും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയാണ് സിക്സ്ത് എക്സ്റ്റിങ്ഷൻ എടുത്തത്. അത് ഈ നമ്മുടെ മറ്റേ യുവാൽ ഹരാരിനോയുടെ ഹോമോ സേപ്പിയൻസും ആരൊരു ബുക്കാണ്. സേപ്പിയൻസും ഹോമോഡ്യൂസും. ഹോമോഡ്യൂ അതെ, സേപ്പിയൻസിനെ ഡ്യൂസിനെക്കാട്ടിലും എനിക്കിഷ്ടം സേപ്പിയൻസ് ആണ്. പക്ഷെ അതുപോലൊരു ബുക്കാണ് സിക്സ്ത് എക്സ്റ്റിങ്ഷൻ. കംപ്ലീറ്റ്ലി എൻഗ്രോസിംഗ് ആയിട്ടുള്ള ഒരു റീഡ്. ഇറ്റ് ടോക്സ് അബൌട്ട് ഓരോ ഓരോ നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന ഓരോ ലെവൽസ് ഓഫ് എക്സ്റ്റിങ്ഷൻസിനെ കുറിച്ചും അതിന്റെ കാറ്റലിസ്റ്റുകളെ കുറിച്ചാണ് ആ ബുക്ക് പറയുന്നത്. അതായത് ഡൈനോസേഴ്സ് മരിക്കാനുണ്ടായ കാരണം, അങ്ങനെ അതൊന്ന് തുടങ്ങി സിക്സ്ത് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഈ ഇതിലെത്തി നിൽക്കുമ്പം അവര് പറയുന്നത് ഇതിന്റെ കാറ്റലിസ്റ്റ് ആക്ച്വലി ഹ്യൂമൻസ് ആണ് ഇതിന്റെ കാറ്റലിസ്റ്റ് എന്നാണ് ഈ ബുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദേ ഗിവ് എക്സാമ്പിൾസ്. അതായത് ചിലതരം ഫ്രോഗുകളുടെ ഡിക്ലൈൻ, ബാറ്റ്സിന്റെ ഡിക്ലൈൻ, ബീസിന്റെ ഡിക്ലൈൻ. അതുമാരെ ഓസ്ട്രേലിയയില് ദർ വാസ് എ ഫ്ലൈറ്റ്ലെസ് ബേർഡ് ഉണ്ടായിരുന്നു, ഈമൂനേക്കന്മാര്. അതിന് ഓടാനൊന്നും പറ്റുമെന്നില്ല, അത് നല്ല സൈസുള്ള ബേർഡാണ്. അതിനെ തല്ലിക്കൊന്ന് അതിവിടെ ശരീരവിഹാരം നടത്തിയിരുന്ന ഒരു പക്ഷിയാണ്. യൂറോപ്യൻസ് വന്നു, അതിങ്ങനെ അപ്പൊ തന്നെ അടിച്ചു കൊന്ന് വിത്തിൻ ഐ തിങ്ക് സ്പാൻ ഓഫ് ഫ്യൂ ഇയേഴ്സ് അത് എക്സ്റ്റിങ്ക്റ്റ് ആയി. അതിന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ ഓരോരോ അതിന്റെ പല റീസൺസ് ആണ് അതിനുള്ളത്. ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുന്നതും ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് വേട്ടയാടുന്നതും അത് അങ്ങനത്തെ കുറെ. അതുകൊണ്ട് അതിപ്പോ സിക്സ്ത് എക്സ്റ്റൻഷന്റെ കാറ്റലിസ്റ്റ് ഹ്യൂമൻസ് ആണെന്ന് പറയാം. വേറൊരു കാര്യം, ഓസ്ട്രേലിയയിലെ ഇവിടുത്തെ ബയോസെക്യൂരിറ്റി ലോസ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്ന സമയത്ത് ഒരു സാധനം നമുക്ക് ഒരു സ്പൈസ് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. ലാസ്റ്റ് ടൈം ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നപ്പം ഏലക്കയും സിന്നമണും നമ്മുടെ കൊണ്ടുവന്നു ഞാൻ. അതിങ്ങനെ ഒരു ഗിഫ്റ്റ് ബാഗ് ബോക്സുമാര് നല്ല ഭംഗിയുള്ള ഒരു ഗിഫ്റ്റ് ബോക്സിലാണ് കൊണ്ടുവന്നത്. അവരത് ഏലക്ക എടുത്തു കളഞ്ഞു, സിന്നമൺ എടുത്തു കളഞ്ഞു, ക്ലോവ്സ് ദേ അലൗഡ്, കുരുമുളക് ഐ തിങ്ക് ദേ അലൗഡ്. ഈ പോട്ട്സിനകത്ത് എന്താ ഉള്ളതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതിന്റെ അകത്ത് എന്തെങ്കിലും ജീവി ഉണ്ടെങ്കിൽ അത് ഇവിടുത്തെ ബയോസെക്യൂരിറ്റിനെ എഫക്ട് ചെയ്യും എന്ന് അവർ പറഞ്ഞു. ഇതിവിടെ വന്ന കാലത്ത് ഞാൻ വിചാരിക്കും ഇവർക്ക് എന്തിന്റെ കേടാണിത്, പിന്നെ ബയോസെക്യൂരിറ്റി എന്താ ഉണ്ടാവാൻ പോകുന്നത് സിന്നമൺ ബാർക്കിന്റെ അകത്ത്. പക്ഷെ ദർ ഹാവ് ബീൻ ഇൻസ്റ്റൻസസ് ഇങ്ങനത്തെ ഈ ബാർക്കിന്റെ അകത്തൊക്കെ ചെറിയ ഇൻസെക്ട്സ് വന്നിട്ട് ഇവിടത്തെ ജനറൽ ആയിട്ടുള്ള വൈൽഡ് ലൈഫിനെയും ഇവിടുത്തെ ട്രീസിനെയും ഒക്കെ ഫോണയും ഫ്ലോറയും എഫക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിലാണ് അവരിത് നോ പറയുന്നത്. കാരണം ഇവിടുത്തെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ യൂക്കാലിപ്റ്റസ് മരങ്ങളെ എഫക്ട് ചെയ്യുന്ന ഒരു പെസ്റ്റ് വന്നു എന്നിരിക്കുക, ഇവിടുത്തെ കോളസ് മുഴുവൻ ചത്തു പോകും. കാരണം യൂക്കാലിപ്റ്റസ് ആണ് അതിന്റെ ഭക്ഷണം. there would be nothing you can do about it. കോള എക്സ്റ്റിങ്ക്റ്റ് ആവും ഓസ്ട്രേലിയയില്. അപ്പം ഇറ്റ്സ് എൻ എക്സ്ട്രീം കേസ്. പക്ഷെ ഈ ഒരു ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. അതുവരെ എനിക്ക് ഇതൊക്കെ ഒരു ഇവർക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു മോഡിലായിരുന്നു ഞാൻ. ദിസ് ബുക്ക് cements the idea that why you need to stick with biosecurity laws very seriously. Why people ഇവിടെ ആൾക്കാർ ഇല്ലീഗലി നാട്ടിൽ നിന്ന് സീഡ്സ് ഒക്കെ കൊണ്ടുവരും പെട്ടിയിലൊക്കെ ഇട്ടുകൊണ്ട്. ഷുഡന്റ് ഡു ഇറ്റ്. ഐ നോ യു പ്രോബബ്ലി വോണ്ട് ടു ഈറ്റ് നാട്ടിലെ ഭക്ഷണം, നാട്ടിലെ ചെടികൾ ഇവിടെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇറ്റ് ഷുഡന്റ് ബി അറ്റ് ദ കോസ്റ്റ് ഓഫ് ഇവിടുത്തെ ഹാബിറ്റാറ്റിനെ കൊന്നുകൊണ്ടാവരുത്. കോവയ്ക്ക ഇവിടെ പെസ്റ്റ് ആണിത്. കോവയ്ക്ക വളർത്തിയ കേസാവും ഇവിടെ. എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ഓസ്ട്രേലിയയിലായിരുന്നു തോന്നുന്നു. അവിടെ പോയപ്പോ പുള്ളി പറഞ്ഞ കഥയാണ്. വീട്ടിന്റെ പുറത്ത് വെച്ചിരുന്ന ഷൂസ് അതുപോലെ എടുത്ത് കവറിലിട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഹോട്ടലിൽ നിന്ന് കവർ പുറത്തിറപ്പോ ഷൂസിന്റെ അകത്തുനിന്ന് ഒരു തവള പുറത്തോട്ട് ചാടി.
ആ സാധനം എങ്ങാനും ഇങ്ങനെ കൊണ്ടുവന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പിന്നെ പുള്ളി ഹോട്ടലിന്റെ അകത്ത് തന്നെ തവളെ അടിച്ചു കൊന്ന് ടോയ്ലറ്റിലിട്ട് ഫ്ലഷ് ചെയ്തു എന്ന്. അത് ഇവിടെ യുഎസിൽ അങ്ങനെ ഒരു ഭയങ്കര വലിയ എക്കോളജിക്കൽ ഡിസാസ്റ്റർ ഉണ്ടായിട്ടുണ്ട്. ഈ ആളുകള് ബർമീസ് പൈത്തൺ ഉണ്ടല്ലോ, അതിനെ വളർത്തുന്നുണ്ടായിരുന്നു. ഇവര് എന്നിട്ട് ചുമ്മാ ഈ ഫ്ലോറിഡയിലെ എവർഗ്ലേഡ്സ് നാഷണൽ പാർക്കിൽ അങ്ങ് ഇറക്കി വിട്ട് ഇപ്പൊ അതിന്റെ അകത്ത് മുഴുവനും ബർമീസ് പൈത്തൺ ആണ്. അതുങ്ങൾക്ക് വേറെ പ്രഡേറ്റർ ഒന്നുമില്ല. ആ സൈസിലുള്ള സാധനത്തിന് വേറെ പ്രഡേറ്റർ ഒന്നുമില്ല. ഇതുങ്ങൾ ഇങ്ങനെ പെറ്റ് പെരുകി അവിടുത്തെ എല്ലാ ചെറു ജന്തുക്കളെ ഈ സാധനം തിന്നു തീർക്കാണ്. അപ്പം ചെറു ജന്തുക്കളെ, പക്ഷികളുടെ ഒക്കെ കൂട്ടിലൊക്കെ കയറി മുട്ടയൊക്കെ തിന്ന് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ അവിടെ ഒരു ഉത്സവമാണ് സംഭവം. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ എല്ലാരും കൂടെ ഇങ്ങനെ കൂട്ടത്തോടെ ഇറങ്ങും. എന്നിട്ട് കോമ്പറ്റീഷനാണ് എത്ര ബർമീസ് പൈത്തന്നെ പിടിപ്പിക്കും എന്നുള്ളത്. എന്നിട്ട് ഇവിടെ തന്നെ മറ്റേ ഇന്ത്യയിലെ നമ്മുടെ നാട്ടിൽ ഇരുള ട്രൈബ്സ് ഉണ്ടല്ലോ, അവര് ഭയങ്കര ഈ പാമ്പ് പിടിക്കാൻ മിടുക്കരാണ്. അവരെ വരെ ഇവിടെ കൊണ്ടുവന്നിരുന്നു ഇതുങ്ങളെ കുറെ എണ്ണത്തിനെ പിടിക്കാൻ. എല്ലാ വർഷവും ഒരു ഉത്സവം പോലെയാണ് ഈ സാധനത്തിനെ പിടിക്കാൻ പോകുന്നത്. ഇത് നാട്ടിൽ പണ്ട് ഈ ഉണ്ടായിരുന്നില്ലേ എലി പിടിക്കലോ? ഒരു എലിയാണോ തവളയോ എന്തോ കാശ് കൊടുത്ത്, ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇതിനെ പിടിക്കാൻ കാശ് കൊടുക്കുമായിരുന്നു. പ്ലേഗ് ഉള്ള സമയത്തോ എന്തോ അല്ല, അത് അല്ലേ? തവളക്കാലിനല്ലേ? അത് കോബ്രയാണ്. ഈ അല്ല അത് കോബ്രയാണ് കേട്ടോ. ഉം. ഓ, ഇത് തോട്ടങ്ങളില് കഥയാണ്. കോബ്രയാണ്. പിന്നെ അല്ല, ആക്ച്വലി തോട്ടങ്ങളിലുണ്ട്. ഈ ഇപ്പൊ മൂന്നാറിലൊക്കെ പണ്ട് ഈ മറ്റേ ടീ എസ്റ്റേറ്റുകളൊക്കെ ഇല്ലേ, ആ സമയത്ത് നിങ്ങൾ മറ്റേ ഇത് യോബിന്റെ കണ്ടാൽ പുസ്തകം. മനസ്സിലാവില്ലേ, നമ്മുടെ ആ, എന്താ ഫസ്റ്റ് അയ്യോബിന്റെ പുസ്തകം. അത് കറക്റ്റ്, അത് ശരിക്കുള്ളതാണെന്ന് പറഞ്ഞു. കുട്ടികളാണ് കൂടുതൽ വന്നിട്ട് ഈ തോട്ടങ്ങളിലുള്ള എലീനെയും പൈസ പെരിച്ചാഴിനെയൊക്കെ പിടിച്ചിട്ട് അതിന് പൈസ എറിഞ്ഞു കൊടുക്കുന്ന പരിപാടിയില്ലേ, അത് ശരിക്കും ഉള്ളതാണ്. പിന്നെ ഈ നമ്മളിപ്പോ ഇതുപോലെ ഈ കോളേജ് ഡിസാസ്റ്ററിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇതിനെപ്പറ്റി യാതൊരു ചിന്തയും ഇല്ല, ഒരു ചെക്കും ഇല്ലായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു വലിയ ഉം. ഡ്രോട്ടിന് കാരണമായത് വെള്ളം. അക്കേഷ്യ മരങ്ങളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അക്കേഷ്യ തോന്നുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയി നടും. അതിന്റെ പേപ്പർ മറ്റേ മില്ലിനാണ്, വെള്ളം മുഴുവൻ പേപ്പർ അങ്ങ് മില്ലിന് വലിച്ചെടുത്ത് വേണ്ടിയിട്ടാണ് കഴിഞ്ഞിട്ടൊന്നുമില്ല. നട്ടതെന്നാണ് പറയുന്നത്. ചുറ്റും പേപ്പർ മില്ല് അക്കേഷ്യ നട്ടിരുന്നത്. അങ്ങനെ അല്ല, ഈ ചെക്ക് തോട്ടത്തിൽ നിന്ന് ചെയ്യാത്ത കുറെ തവളയൊക്കെ എന്തിനാ സാധനങ്ങളുണ്ട്. പിടിക്കുന്നത്? എലിയെ ഇത് പിടിപ്പിക്കുക. സംഭവം തവള ആയിരിക്കില്ല എനിക്കറിയില്ല. ഒരു പക്ഷേ. എലിയായിരുന്നു. എലിയായിരിക്കും. പെരിച്ചാഴി. അതും ഇതുപോലെ നമ്മുടെ ഇന്ത്യയില് ഇപ്പൊ നമ്മള് ബന്ദിപ്പൂര്, മസനഗുഡി അവിടെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ നിറയെ ഈ ലാൻറ്റന, നമ്മുടെ ഇവിടെ ചെട്ടിച്ചു പൂന്നൊക്കെ പറയൂലേ, ആ സാധനം നിറയെ കാട് മുഴുവൻ അത് നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം കൊങ്ങിണി. അതും ഈ പറഞ്ഞ പോലെ ബ്രിട്ടീഷുകാർ എവിടുന്ന് കൊണ്ടുവന്ന് അവരുടെ വീടിന്റെ മുന്നിൽ നടാൻ വേണ്ടി കൊണ്ടുവന്ന് വിട്ടാണ്. ഇതങ്ങ് പടർന്ന് കാട് മുഴുവൻ കയറുകയാണ് ചെയ്തത്. ലാൻറ്റനയും പിന്നെ പാർത്ഥീനിയം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് രണ്ടും ഉം, പാർക്കിന് നമ്മുടെ കടലാസ് പൂവില്ലേ, ബോഗൻ ഉം, വില്ല. ഉം. ബൊഗൻ വില്ല ഒരു വീടാണ് ശരിക്കും. നമുക്ക് പഠിക്കാനുള്ളതിന് ബൊഗൻ വില്ല വീടാണ്. ലാന്റന ലാന്റന വെച്ചാൽ കൊങ്ങിണി എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടില് കൊങ്ങിണി പൂ എന്ന് പറയുന്നത്, അതൊക്കെ വീടാണ്. പക്ഷെ ഇതൊക്കെ ചുറ്റും ഇങ്ങനെ അത് വിട്ട് കഴിഞ്ഞാൽ അമ്മമാര് പറയില്ലേ, അത് അസുരവിത്താണെന്ന് ഇ- പറയും. ഇ- ഇ- അതങ്ങ് പൊടിച്ചങ്ങ് വളരും. ഇവിടെയും ശരിക്കും എന്ന് പറഞ്ഞാൽ വെച്ചാൽ അങ്ങനത്തെ ഒരു സാധനങ്ങളൊക്കെ കൊമ്പ് വീടാണ്. അല്ലെങ്കിൽ ഒരു ചെറിയ തൈ കൊണ്ട് യൂഷ്വലി നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ തുടങ്ങുന്നതിന് മുമ്പ് ഈ മറ്റേ മെയിൽ ബോക്സ് ഉണ്ടല്ലോ പുറത്ത്, മെയിൽ ബോക്സിന്റെ അടിയിലാണ് ആളുകൾ ഈ ലാന്തന വളർത്തുന്നത്. ഇത്ര ഉള്ളൊരു സാധനം കൊണ്ട് നട്ട് ഒരു 3 ആഴ്ച കഴിയുമ്പോൾ മെയിൽ ബോക്സിന്റെ ചുറ്റും ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് ഫുൾ പൂവായി നിൽക്കുന്നതാണ്. ഇതുപോലെ ഭയങ്കര ഹാർഡി എന്നെ പോലെ സ്പീഷീസ് ഉണ്ട്. തീരെ ഗാർഡനിങ് അറിയാത്തവർക്ക് പറ്റിയ ഇതാണ്. എനിക്ക് ബോഗൻവില്ല വെക്കണമെന്ന് ഭയങ്കര മോഹമായിരുന്നു. പക്ഷെ ബോഗൻവില്ലയുടെ പൊത്തില് പാമ്പ് വരും എന്ന് പറഞ്ഞ് ഇവിടുത്തെ ഗാർഡനർ എന്നെ പേടിപ്പിച്ചു. അതോടെ എനിക്ക് അങ്ങനത്തെ ചെടികളാണ് ഇഷ്ടം. ലിയോ കെയർ തന്നെത്താനെ അങ്ങോട്ട് വളർന്നോളണം എന്നുള്ളൊരു ഇതാണ്. ഇപ്പം ബാക്ക് ടു സിക്സ്ത് എക്സ്റ്റിങ്ഷൻ, അതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയുന്നത്, നമുക്ക് എല്ലാവരും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതും ഒരു എക്സ്റ്റിങ്ഷൻ ആണ്, നമ്മുടെ ഈ ഡൈനോസേഴ്സിന്റെ ഒരു എക്സ്റ്റിങ്ഷൻ. അത് പിന്നെ നമ്മുടെ സ്പേസിൽ നിന്ന് ഉൽക്ക വന്ന് വീണത് കൊണ്ടാണ്, മെക്സിക്കോയിലെ ഉൽക്ക വീണുകൊണ്ടാണെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അതല്ലാതെ അതിനു മുമ്പും അതിന് ശേഷം ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ, ആ, ഒരു മാസ് ഡൈയിങ് ഓഫ് നടന്നിട്ടുണ്ട് ഭൂമിയിൽ. ഒന്നല്ല, ഇങ്ങനെ 5 പ്രാവശ്യം നടന്നിട്ടുണ്ട്. നമ്മൾ ഈ 6ാമത്തതിന്റെ
മുകളിൽ ആണ് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത്തവണത്തെ പറഞ്ഞ പോലെ നമ്മളെ ഹ്യൂമൻ ആക്ടിവിറ്റിയാണ്. ഇപ്പം ഈ ലേഖ പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ചെറിയ വീഡിയോ ചെയ്തായിരുന്നു പാസഞ്ചർ പീജിയൻസിനെ പറ്റി. യു എസിൽ 5 ബില്യൺ പാസഞ്ചർ പീജിയൻസ് ആണ് ഉണ്ടായിരുന്നത് ഈ യൂറോപ്യൻസ് വരുമ്പോൾ. എന്നിട്ട് ഇതിങ്ങളിങ്ങനെ മൈഗ്രേറ്റ് ചെയ്യും നോർത്ത് നിന്ന് സൗത്തിലോട്ട്. അപ്പം മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ 3 ദിവസം വരെയാണ് കണ്ടിന്യൂസ് ആകാശം മൂടി ഈ സാധനം പറന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന സാധനത്തിനെ ഒരു ഹാഫ് എ സെഞ്ചുറി കൊണ്ടാണ് ഹണ്ട് ചെയ്ത് ഇല്ലാതാക്കിയത്. ഇപ്പം ഈസി പ്രേ എന്ന് പറയുമ്പോൾ ഇത് പറയുന്നതാണ്, ഇങ്ങനെ കൂട്ടത്തിൽ തന്നെ പറയുമ്പോൾ വെറുതെ ഒരു ഷോർട്ട് ഗൺ എടുത്തിട്ട് മുകളിലോട്ട് വെടിവെക്കും. അപ്പൊ ഈ പെല്ലറ്റ്സ് അടിച്ചിട്ട് 10 എണ്ണമൊക്കെയാണ് ഒരുമിച്ച് ചത്തു വീഴുന്നതെന്ന്. അതുമാതിരി ഹണ്ട് ചെയ്ത്. പക്ഷെ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ കുറെ കോൺഷ്യസ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ പോലും ലോസ് ഓഫ് ഹാബിറ്റേറ്റും ഒക്കെ. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ വരുന്ന ബേർഡ്സിൻ്റെ സ്പീഷീസിൻ്റെ കൗണ്ട് വയ്ക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഞാൻ ട്രാക്ക് ചെയ്ത് തുടങ്ങിയ വർഷമൊക്കെ എനിക്ക് 40 സ്പീഷീസൊക്കെ വരുമായിരുന്നു വീട്ടിൻ്റെ ബാക്കിൽ. അപ്പോൾ പ്രോബബ്ലി ഒരു എനിക്ക് തോന്നുന്നു 5ഓ 6ഓ അത്രേ ഉള്ളൂ. കാരണം ഈ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ഏരിയാസ് ഡെവലപ്പായി ഈ കണ്ടിന്യൂറ്റി പോയി മരങ്ങളുടെ. അപ്പോൾ ഈ മരങ്ങളുടെ കണ്ടിന്യൂറ്റി ഉള്ളിടത്തുകൊണ്ടാണ് ഈ ബേർഡ്സ് കൂടുതൽ മൂവ് ചെയ്യുന്നത്. അപ്പം അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് എ ട്രൂത്ത്. നാട്ടില് പണ്ട് നമ്മൾ സ്കൂളിൽ ഈ ബേർഡ്സിനെ കുറിച്ച് പഠിക്കുന്നത് എനിക്കൊരു 7-ലോ 8-ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബേർഡ്സിന്റെ പല സ്പീഷീസിനെ കുറിച്ച് പഠിക്കുക. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, നാട്ടില് ഞാൻ അന്ന് പഠിച്ചൊരു ബേർഡാണ് ഡ്രോങ്കോ എന്നുള്ളൊരു ബേർഡ്. അപ്പൊ അതിങ്ങനെ തൃപ്പൂണിത്തുറയൊക്കെ വെറുതെ ഇങ്ങനെ വയറിന്റെ മുകളിലൊക്കെ അവിടെ ഇരുന്ന് 2 വാലൊക്കെ തൂക്കി ഇങ്ങനെ ഇരിക്കണ കാണായിരുന്നു. ആനറാഞ്ചൻ എന്നാണ് പറയുന്നത്. അതിന്റെ ആറ്റിറ്റ്യൂഡ് കാരണമാണ് ഇത് പറയണത്. ആരെയും പേടിയില്ല. കാണാൻ കിട്ടിയിരുന്ന ഒരു സാധനമായിരുന്നു അത്. ഇന്ന് നാട്ടിൽ പോയാൽ കഴിഞ്ഞാൽ കാണാൻ കിട്ടില്ല അത്. നോട്ട് ദിസ്, മേ ബി ഞാൻ നല്ലോണമൊക്കെ നോക്കിയാൽ കാണുമായിരിക്കും. അല്ലാണ്ട് വെറുതെ ഇരിക്കുമ്പോ ഒരു കാക്കി ഇരിക്കുന്നു ഒരു ഡ്രോങ്കോ എന്ന് പറയാൻ കിട്ടില്ല നമുക്കിപ്പോ. കാക്കകളുടെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റേ നമ്മുടെ ഈ കാവതിക്കാക്ക ഇപ്പൊ കിട്ടും വല്ലപ്പോഴും ഒക്കെ, മറ്റേതിനും കിട്ടില്ല. ബലിക്കാക്കകൾ ഇല്ല ഇപ്പൊ, കിട്ടില്ല, ഭയങ്കര പാടാണ്. ഇപ്പൊ ഇല്ലെന്നാ പറയുന്നത്. അവർ വളരെ ഒരുപാട് കുറഞ്ഞു പോപ്പുലേഷൻ. അത് ഈ മൈഗ്രേഷന്റെ ആണ്, ടെമ്പറേച്ചർ ചേഞ്ച് ഒക്കെ ആണെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ഇല്ല. അപ്പൊ അതുപോലെ പൂത്താങ്കിരി എന്നൊരു സാധനം ഓർമ്മയുണ്ട്, അത് ഭയങ്കര ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. ചെവിതല കേൾക്കൂലായിരുന്നു, അങ്ങനത്തെ സംഭവമായിരുന്നു. അതില്ല ഇപ്പൊ. പാലക്കാട് അവിടെ സ്ഥിരം ഉണ്ടായിരുന്നത്. ഇപ്പൊ ആ ഭാഗത്തൊന്നുമില്ല. റോഡൊക്കെ വന്നപ്പോ, തൊട്ടടുത്തേക്ക് റോഡൊക്കെ വരാൻ തുടങ്ങിയപ്പോ ഇതൊക്കെ പോയി. മരങ്ങളൊക്കെ വെട്ടിയപ്പോ എന്തായാലും ഈ സംഭവമൊക്കെ ഒഴിവായിക്കോട്ടെ. ഓക്കെ, അപ്പൊ 6th എക്സ്റ്റിങ്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകത്തിലോട്ട് പോയാലോ? ഓക്കെ, ഞാനൊരു കഥ വെച്ച് തുടങ്ങാം. കാരണം എനിക്ക് ആക്ച്വലി ഈ ബുക്സിനെക്കാട്ടി കൂടുതൽ പറയാൻ താല്പര്യം ഓതേഴ്സിനെ പറ്റിയാണ്. ഒരു ചെറിയ സ്റ്റോറി വെച്ച് തുടങ്ങാം. ഇതൊരു 1800s ഒരു കഥയാണ്, സൗത്ത് ആഫ്രിക്കയെ വെച്ച് നടക്കുന്നത്. ഒരു യൂറോപ്യന്റെ വിവരണമാണ്. ഈ യൂറോപ്യനും കുറച്ച് ഒരു സംഘം ആൾക്കാരും കൂടെ സൗത്ത് ആഫ്രിക്കയിലെ ഒരു കാട്ടിൽ ഒരു അടിമയെ പിടിക്കാൻ പോകുന്ന ഒരു സ്റ്റോറിയാണ്. പിടിക്കാൻ പോകുന്നതല്ല, പിടിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വിവരണമാണ്. ഇവര് ഈ അടിമ 6 വർഷം മുന്നേ രക്ഷപ്പെട്ടപ്പം ആസ് നാച്ചുറലി അവിടുത്തെ എന്താ ട്രീറ്റ്മെന്റും ഒക്കെ കാരണം സഹിക്കാൻ വയ്യാതെ രക്ഷപ്പെട്ടതാണ്. ഇയാളും വേറൊരു ഫ്രണ്ടും കൂടെ ചേർന്ന്, രണ്ടുപേരും കൂടെ ചേർന്നാണ് രക്ഷപ്പെട്ട് 6 വർഷത്തേക്ക് ഇവരെ കുറിച്ചൊരു ന്യൂസും ഇല്ല. 6 വർഷത്തിന് ശേഷം കുറച്ച് അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള ആഫ്രിക്കൻസ് കണ്ടുപിടിക്കുന്നതാണ്, കാട്ടിലെ ആഫ്രിക്കൻസ് കണ്ടുപിടിച്ച് യൂറോപ്യൻസിനെ അറിയിക്കുന്നതാണ്. അപ്പൊ ആ ഡച്ചുകാരൻ എഴുതിയ വിവരണമാണ്. ഇവര് ആ അടിമ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് ചെന്നപ്പോ അത് കാണാൻ കഴിഞ്ഞത് ഒരു വലിയ കോട്ടേജ് തന്നെ ഈ അടിമ ഉണ്ടാക്കിയിട്ടുണ്ട്. പുള്ളി ഒരു 2 ഏക്കർ ഭൂമി യോഗ്യമായിട്ട് പുള്ളി ശരിയാക്കിയെടുത്തു. പുള്ളിയുടെ കൂടെ അന്ന് രക്ഷപ്പെട്ട പുള്ളിയുടെ ഫ്രണ്ട് വന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു പോയിരുന്നു. ആ മരിച്ചുപോയ സ്ലേവിന് വേണ്ടി പുള്ളി ഒരു കല്ലറയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ അടുത്തായിട്ട്. പുള്ളി ഫസ്റ്റ് വീട് ഉണ്ടാക്കിയ ശേഷം, ആ ഫസ്റ്റ് വീട് കണ്ടാ അറിയാം, അത് ജസ്റ്റ് ബേസിക് ഹൗസ് ആണ്. മൃഗങ്ങൾ ഇതിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സേഫ്റ്റി
ഒരു ലൊക്കേഷൻ ഉണ്ടാക്കിയതാണ്. പക്ഷെ കുറച്ചുകൂടെ വിപുലമായിട്ട് പുള്ളി വേറൊരു വീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പുള്ളി ശരിയാക്കിയെടുത്തു. ഈ 2 ഏക്കർ ഭൂമി ഇറിഗേറ്റ് ചെയ്യാൻ വേണ്ടി 16 കിലോമീറ്റർ അകലത്തുനിന്ന് വെള്ളം കൊണ്ടുവന്നു പുള്ളി. ഒരു കനാല് പുള്ളി ഉണ്ടാക്കിയിട്ട് ഈ ഭൂമിയിൽ പുള്ളി ടൊബാക്കോ വളർത്തി. ഒരുപാട് പച്ചക്കറികൾ പുള്ളി രക്ഷപ്പെട്ട സമയത്ത് കുറച്ച് ഒരു പിടി പച്ചക്കറി വിത്തുമായിട്ട് രക്ഷപ്പെട്ടെ. അത് വെച്ചാണ് പുള്ളി കൃഷിയൊക്കെ തുടങ്ങിയത്. എന്നിട്ട് പുള്ളി മൃഗങ്ങളെയൊക്കെ വേട്ടയാടി അവരുടെ തോലുരിഞ്ഞ് ഡ്രസ് ഉണ്ടാക്കി. അത് സാധാരണ ഡ്രസ് അല്ല. പുള്ളിയുടെ മാസ്റ്റേഴ്സ് യൂറോപ്യൻസ് എന്തൊക്കെ വേഷങ്ങളായിട്ടിരുന്നു എന്ന് വെച്ചാൽ ആ ഓവർ കോട്ടും വേസ്റ്റ് കോട്ടും ടൈയും പുള്ളി അതേപടി റിപ്ലിക്കേറ്റ് ചെയ്തു. പുള്ളി 6 years ഈ ഒരു ലൈഫ് സ്റ്റൈലാണ്, ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. അപ്പൊ ഇത് പിടിച്ചോണ്ട് പോയപ്പോ ഇവർക്ക് ഭയങ്കര അത്ഭുതമാണ്. ഈ അടിമയ്ക്ക് ഭയം എന്ന് പറയുന്ന സംഭവമില്ല. അദ്ദേഹത്തിന്റെ പേര് ഡാമോൺ എന്നാണ്. ഇന്നും സൗത്ത് ആഫ്രിക്കയിൽ പുള്ളി ആ ഉണ്ടാക്കിയ ആ ഇറിഗേഷൻ കനാൽ ഉണ്ട്. ഡാമോൺസ് ഫൗണ്ടൻ എന്നാണ് വിളിക്കുന്നത്. ഒരുപക്ഷെ വിക്കിപീഡിയയിൽ അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താൽ കിട്ടും നമുക്കത്. പുള്ളി ഒരു മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതൊന്നും പുള്ളിയുടെ തൊഴിലല്ല, പക്ഷെ ഈ ഇന്നോവേറ്റഡ് ഭയങ്കര ക്രിയേറ്റീവ് ആയിരുന്നു. അങ്ങനെ പുള്ളി അത് കൊണ്ടുവന്നു. പുള്ളിയുടെ മിടുക്കും അതൊക്കെ കണ്ട് ഇംപ്രസ്ഡ് ആയതുകൊണ്ടായിരിക്കും പുള്ളിക്ക് ഒരു 9 വർഷത്തിന് ശേഷം അവര് ആ സ്ലേവറിന്ന് പുള്ളിക്ക് ആ ബോണ്ടേജിൽ നിന്ന് അയാളെ ഫ്രീ ആക്കി. അവര് 45 വയസ്സ് വരെ ജീവിച്ചിരുന്നു. 45 വയസ്സ് ആ കാലഘട്ടത്തില് 1800s ആണ്. ആ കാലഘട്ടത്തിൽ നല്ലൊരു ലൈഫാണ്. രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ അടിമ മലയാളിയാണ്. നമ്മളിപ്പം അടിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ആഫ്രിക്കക്കാരായിരിക്കും അടിമകള്. ആക്ച്വലി ദാറ്റ്സ് എ വിയേർഡ് കോയിൻസിഡൻസ്. കാരണം ഞാൻ എഴുതി വച്ചിരുന്ന ഒരു തീമാണ്, ഞാൻ അടുത്തൊരു ഷോർട്ട് സ്റ്റോറിക്കോ നോവലിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിരുന്ന തീമാണ് ഒരു മലയാളിയെ US-ലോട്ട് ആഫ്രിക്കയിലെത്തിയ ഒരു മലയാളിയെ US-ലോട്ട് മറ്റേ സ്ലേവ് ട്രേഡിൽ കൊണ്ടുപോയ കഥ. സോ റിയലി വണ്ടർഫുൾ. റിയലി എനിക്ക് ഇൻട്രസ്റ്റിംഗ്. ഞാനത് സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്തൊരു ബുക്കാണ്. ഡോക്ടർ വിനിൽ പോൾ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ എഴുതിയതാണ്. വാവ്, ഓക്കെ ഓക്കെ, അടിമ ഇൻട്രസ്റ്റിംഗ്. അടിമ കേരളത്തിന്റെ അദൃശ്യ ചരിത്രം. പുള്ളിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം ചാനലുണ്ട്. ബുക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ആ ഇൻസ്റ്റാഗ്രാം ചാനലിൽ കൂടെ ഒന്ന് നോക്കാം, ഒരു കാണുന്നതാണ്. കാര്യം ചെയ്യാം, ഇത് ലിങ്കില് ഇത് പോസ്റ്റ് ചെയ്തേക്കാം അത് കഴിഞ്ഞിട്ട്. ഓക്കെ, സോ ടു കണ്ടിന്യൂ വിത്ത് ദ സ്റ്റോറി. അപ്പൊ ആസ് പെർ റെക്കോർഡ്സ് പുള്ളി കൊച്ചിക്കാരനാണ്. പുള്ളി ഒരു കൃഷിപ്പണിക്കാരനാണ്. പുള്ളിയുടെ പേര് ഒരുപക്ഷെ ദാമു എന്നോ മറ്റെന്തെങ്കിലും ആയിരിക്കും. അത് ഡാമോൺ ആക്കിയതായിരിക്കും. ദാമോദരൻ. വി ഡോണ്ട് നോ ഹിസ് ഒറിജിനൽ നെയിം. ദാമുമോനായിരിക്കും ചിലപ്പോ. എനിവേ, ഡാമോന്റെ പേരിൽ ഡാമോൺസ് ഫൗണ്ടൻ എന്ന് പറഞ്ഞ ഒരു വാട്ടർ ബോഡി ഇപ്പോഴും സൗത്ത് ആഫ്രിക്കയിലെ ജോർജ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും ഉണ്ടത്. അതൊരു ഹിസ്റ്റോറിക് ലാൻഡ്മാർക്കാണ്. ഇത് ഡാമോന്റെ സ്റ്റോറി മാത്രമല്ല, ഒരുപാട് അടിമകളെ ഇതേപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും എല്ലാവരും നന്നായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളൊരു, നമ്മുടെ നാട്ടുകാരും നന്നായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിരുന്നു സ്ലേവറി. വളരെ പ്രോഫിറ്റബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ മെർച്ചന്റ് ക്ലാസ്സുകൾ ഉണ്ടല്ലോ, നസ്രാണി ക്രിസ്ത്യൻസ്, മാപ്പിള മുസ്ലിംസ്, ഇവരെല്ലാം നല്ലോണം ഇൻവോൾവ് ആയിരുന്നു. കുറച്ചെങ്കിലും ഒരു അയവ് കിട്ടിയത് ബ്രിട്ടീഷുകാർ ഇടയ്ക്ക് വെച്ച് സ്ലേവറി ബാൻ ചെയ്തു. ബ്രിട്ടീഷുകാർ സ്ലേവറി ബാൻ ചെയ്തിട്ട് അവര് തന്നെ പിന്നെ അത് ഇന്റൻജേർഡ് ലേബർ എന്ന് പറഞ്ഞിട്ട് വേറെ കുപ്പിയിലാക്കി കൊണ്ടുവന്നു. എനിവേ, പക്ഷെ അപ്പോൾ അവരുടെ ആ ഒരു ഇനിഷ്യേറ്റീവ് കാരണം കേരളത്തിലും പതുക്കെ സ്ലേവറി ബാൻഡായി. എങ്കിൽ പോലും ഈ പലപ്പോഴും ഒരുപാട് ജാതിക്കാരെ, കൂടുതലും പാവപ്പെട്ട പുലയരാണ്, ഇഴവരാണ്, അവരെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ചിലപ്പം നായർ പിള്ളേരെയും മുസ്ലിം പിള്ളേരെയൊക്കെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇവരെ കിഡ്നാപ്പ് ചെയ്തോട്ട് ഈ ഫ്രഞ്ച് ടെറിട്ടറിയിലൊക്കെ കൊണ്ടുപോകും. ഫ്രഞ്ച് മാഹിയിലൊക്കെ, അവിടെ ജൂറിസ്ഡിക്ഷൻ അല്ല ബ്രിട്ടീഷുകാർ, അവിടെ ഒക്കെ കൊണ്ടുപോയി ഫ്രഞ്ചുകാർക്ക് വിൽക്കും. പിന്നെ ഡച്ചുകാരും അവർ ഇതില് ഫോർ ഫ്രണ്ട് ആയിരുന്നു. പോർച്ചുഗീസുകാർക്ക് എന്താന്ന് പറഞ്ഞോടാ, അവർക്ക് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് സ്ലേവ്സിനെ കൊണ്ടുവരാനാണ് താല്പര്യം. കാപ്പിരി മുത്തപ്പന്റെ കഥയൊക്കെ അറിയില്ലേ, അവർക്ക് കൺവേർഷനിലായിരുന്നു താല്പര്യം. ഇവിടെ വന്നിട്ട് കുറച്ചുകൂടെ കൺവേർട്ട് ചെയ്യാനായിരുന്നു താല്പര്യം. ഒരു കാലത്ത് കേരളത്തിലെ സുറിയാനി പള്ളികളെല്ലാം ഞായറാഴ്ച മാത്രമാണ് കുർബാനയും പ്രാർത്ഥനയൊക്കെ. ബാക്കി 6 ദിവസവും ഇത് ഗോഡൌൺ ആണ്.
സ്ലേവ്സിനെ വെക്കാനും ഒക്കെ നല്ല നല്ല വളരെ വളരെ എന്താ പറയാ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിരുന്നു ഈ സ്ലേവറി. പക്ഷെ നമ്മളൊന്നും നമ്മൾ ഹിസ്റ്ററി ഇതിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. ഹിസ്റ്ററി ബുക്സിലൊന്നും ഇതിനെക്കുറിച്ച് റെഫറൻസ് ഇല്ല. ഒരു 5-6 വർഷം മുന്നേ ഒരു ബിനാലയില് ഒരു സ്ലേവ് ഷിപ്പിന്റെ ലോഗ് ഉണ്ടായിരുന്നു. ലോഗ് ബുക്ക് കാണിച്ചിരുന്നു. അതില് ഒരുപാട് മലയാളികളെ ഇവിടുന്ന് കൊണ്ടുപോയി പേര് മാറ്റിയാ കൊണ്ടുപോകുന്നത്. വലിയ ലിസ്റ്റ്, പേരുണ്ടാവും, ജാതി ഉണ്ടാവും, കുട്ടികളാണെങ്കിൽ കുട്ടികൾ, അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത് ആദ്യം ഞാൻ ഈ ബുക്ക് എന്റെ കൈ കിട്ടുമ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയി നിൽക്കണം. ഇങ്ങനെ ഒരു ചരിത്രം കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ സബാൾട്ടേൺ ആയിട്ടുള്ള ജനതകളുടെ ചരിത്രം എന്ന് പറയുമ്പോൾ കൂടുതലും വായ്മൊഴികളാണ്. റെക്കോർഡ് ഹിസ്റ്ററി കുറവാണ്. വായ്മൊഴിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റില്ല. ഇതിങ്ങനെ അതുകൊണ്ട് ഓരോ ജനറേഷൻ കഴിയുന്നതോറും എക്സാജറേഷനും ഒക്കെ കയറി വരും. ചൈനീസ് വിസ്പേഴ്സ് ആവും. ഇത് നങ്ങേലി കഥയൊക്കെ നമ്മൾ ഭയങ്കര അത് കൊട്ടിഘോഷിച്ച് നടക്കുന്നുണ്ടല്ലോ. അതൊന്നും ആക്ച്വലി ഹിസ്റ്റോറിക്കൽ ബേസിസ് കുറച്ച് വീക്കാണ്. മൂലക്കരം ഉണ്ടെന്ന് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അത് എന്ത് ടൈപ്പ് കരമെന്ന് നമുക്കറിയില്ല. ബാക്കി നങ്ങേലി സ്റ്റോറിയൊക്കെ കുറച്ച് എക്സ്ട്രാ ആണ്. പക്ഷെ ഈ വിനൽ പോ എന്ന് പറഞ്ഞ വ്യക്തി ഹീസ് ഫുള്ളി ബാക്ക് ഹിസ് റിസർച്ച് പ്രോപ്പർലി. അദ്ദേഹത്തിന്റെ കുറെ റെക്കോർഡ്സ് പുള്ളി യൂറോപ്പിൽ നിന്നും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് റെക്കോർഡ്സ് സുറിയാനി പള്ളികളിൽ തന്നെ പുള്ളിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടേക്ക്. അപ്പൊ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ്, നമ്മൾ ചരിത്ര പുസ്തകത്തിൽ കാണാത്ത കാര്യങ്ങളാണ്. നമുക്ക് കാസ്റ്റസത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ അടിമത്തത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. മൗറീഷ്യസിലും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് മലബാർ ടൗൺസ് ഉണ്ട്. ഇവിടുന്ന് മലയാളിയെ കൊണ്ടുപോയിട്ട് അവിടെ സെറ്റിൽ ആയിട്ട് അവരെ മലയാളമൊക്കെ മറന്നുപോയി, പക്ഷെ മലബാർ ടൗൺസ് ഉണ്ട്. അവിടെ നിന്ന് ഒരുപക്ഷെ ഇതേപോലെ അടിമകളെ ചിലപ്പോൾ അമേരിക്കയിലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും, നമുക്കറിയില്ല. എനിവേ ഫ്രം 1600s to 1800s വരെ ഇത് ഭയങ്കര പ്രബലമായിട്ട് നടന്നുകൊണ്ടിരുന്ന ട്രേഡ്. എനിക്ക് വേറൊരു കാര്യം, എനിക്കിത് ഒരു വേഗം ഓർമ്മയുള്ളൂ. ബ്രിട്ടനിൽ വെച്ചൊരു ട്രയൽ ഉണ്ടായിരുന്നു. ഹസൻ അലി എന്ന് പറഞ്ഞൊരു മാപ്പിള മെർച്ചന്റിനെ അവർ ഒരു ട്രയൽ നടത്തിയിരുന്നു ഇതുവരെ സ്ലേവ് ട്രേഡിന്. മേ ബി ഐ ഹാവ് ടു റീഡ് എ ബിറ്റ് മോർ അബൌട്ട് ഇറ്റ്. എനിക്ക് 100% ഉറപ്പില്ല. അങ്ങനെ ഒരുപാട് there is a lot of historical evidence, there's a lot of documentary evidence for this. ഓറൽ ഹിസ്റ്ററീസ് മാത്രമല്ല. പിന്നെ ഒരു സ്റ്റോറി പറയാനാണെങ്കിൽ വേറൊരു കാര്യം, ആഫ്രിക്കൻ അടിമകളെ കുറിച്ച് പറഞ്ഞല്ലോ നമ്മള്. കാപ്പിനുമുത്തപ്പനെ കുറിച്ച് പറഞ്ഞിരുന്നു. ശക്തൻ തമ്പുരാന്റെ കൊട്ടാരത്തിൽ പുള്ളിക്കാരൻ ഇഷ്ടം പോലെ ആഫ്രിക്കൻ സ്ലേവ്സ് ഉണ്ടായിരുന്നു. സോ ദേ വെയർ ലൈക്ക് പ്രൈസ്. അപ്പൊ നമ്മൾ ഇമ്പോർട്ടും ചെയ്യുന്നുണ്ടായിരുന്നു, എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇപ്പൊ എക്സ്റ്റൻഷൻ പറഞ്ഞല്ലോ മൃഗങ്ങളുടെ, ഇപ്പൊ ഇതും കൂടെ ആഡ് ചെയ്തേക്കാം. കേരളത്തിൽ ഇഷ്ടം പോലെ അനിമൽസ് ഉണ്ട്, നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല എന്തൊക്കെ. കാരണം ഭയങ്കര ബയോഡൈവേഴ്സ് ആയിട്ടുള്ള സ്ഥലമാണ് കേരളം. ഒരുപാട് മൃഗങ്ങളെ നമ്മൾ എല്ലാ വർഷവും നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ടൈപ്പ് തവളകൾ. ഈയിടെ പാതാളത്തവള എന്ന് പറഞ്ഞിട്ടൊരു ജീവിയെ കണ്ടിട്ടുണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ തവളയാണെന്ന് തോന്നത്തില്ല. മാവേലി തവള എന്നും പറയും. കറക്റ്റ്. എല്ലാ വർഷവും പുതിയ പുതിയ ജീവികളെ കണ്ടുപിടിക്കുകയാണ്. ചിലപ്പം തവള, ചിലന്തി, അങ്ങനെ ഷഡ്പദങ്ങൾ, അങ്ങനത്തെ ജീവികളൊക്കെ ആയിരിക്കും. ചില ജീവികളൊക്കെ നമ്മൾ അറിയുന്നതിന് മുന്നേ ചിലപ്പോൾ എക്സിഡന്റ് ആവുന്നുണ്ടാവും. എന്റെ അച്ഛൻ പറഞ്ഞാണ്, പണ്ട് കളിയോടൻ എന്ന് പറഞ്ഞൊരു മീനുണ്ടായിരുന്നു, ഭയങ്കര ട്രാൻസ്പെറന്റ് ബോഡി ആയിട്ട്. അതൊന്നും ഇപ്പം കിട്ടാനില്ല. പണ്ട് ഈ ഗർഭിണികൾക്കൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ്. മരപ്പട്ടി, നമ്മൾ കൊച്ചായിരുന്നപ്പോ എന്തോരം കണ്ടോണ്ടിരുന്ന സാധനമാണ് മരപ്പട്ടി. ഇവിടെ കാണുന്ന ഇപ്പം ഞാൻ കേട്ടിട്ടേ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ കേട്ടിട്ടുള്ള സാധനം. പണ്ട് 10ാം ക്ലാസ്സിൽ ഇതുപോലെ ട്യൂഷന് ഒരു 6 മണിക്ക് ട്യൂഷൻ തുടങ്ങും. അപ്പൊ 5:45 ട്യൂഷൻ ക്ലാസ്സിന്റെ മുന്നിൽ പോയിരിക്കും സാറ് കഥ തുറക്കുന്നതിന്. അപ്പോ ഇതുപോലെ പിറകിൽ നിന്ന് പടപടാന്നൊരു ശബ്ദം നോക്കിയപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ പിറകിലത്തെ വീടിന്റെ ഓടിന്റെ മുകളില് ഒരു പൂച്ചയെ പോലൊരു സാധനം. പൂച്ചയല്ല, നല്ല നീളവും മെലിഞ്ഞിട്ടുള്ള സാധനം. കേട്ടിട്ടുണ്ട്. ഇൻ ദ സെൻസ് അത് നടക്കണ കേട്ടിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ള വീട് വേണം, അതൊക്കെയാണ്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ ആൾക്കാർ ചിലപ്പം തല്ലിക്കൊന്ന് തിന്നുകയൊക്കെ ചെയ്യും ആൾക്കാർ. ലൈഫ് ഓഫ് പൈയിൽ ഒരു ലൈൻ പറയുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല, പക്ഷെ പറയുന്നതാണ്. ഇപ്പം എല്ലാ സിറ്റീസിലും എല്ലാ ടൗൺസിലും ഒക്കെ
ഒരുപാട് വൈൽഡ് ലൈഫ് ആളുകൾ കാണാതെ സർവൈവ് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ടേക്ക് ദ സിറ്റി ഓഫ് ടോക്കിയോ ആൻഡ് ഹോൾഡ് ഇറ്റ് അപ്സൈഡ് ഡൗൺ, യു വിൽ ബി സർപ്രൈസ്ഡ് ടു ഫൈൻഡ് ദാറ്റ് ലെപ്പേർഡ്സ്, മാനാറ്റീസ് ആൻഡ് ഓൾ കൈൻഡ്സ് ഓഫ് വൈൽഡ് ലൈഫ് വിൽ ഫോൾ ഔട്ട് ഓഫ് ഇറ്റ് എന്ന്. ഈ ഇൻഡെൻജേർഡ് ലേബറിനെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ പണ്ട് വായിച്ച ഒന്ന് രണ്ട് പുസ്തകങ്ങളില് ഇതിൽ ഒരെണ്ണം ഇസ് അബൌട്ട് മലേഷ്യക്കും സിംഗപ്പൂർക്കും ഒക്കെ ഇതുമാരെ നാട്ടിൽ നിന്ന് ആൾക്കാര് തൊഴിലാളികളെ, അത് സ്ലേവറി എന്ന് വേണമെങ്കിൽ പറയാം, കാരണം ഇൻഡെൻജേർഡ് ലേബർ പറയാം. ഇസ് ഏർലി സ്ലേവറി. അതായത് അപ്പം അതിലൊരു കഥയുണ്ട്. ഏർലി സ്ലേവറി അല്ല, ഇറ്റ്സ് ലൈക്ക് പോസ്റ്റ് സ്ലേവറി സ്ലേവറിയാണ്. ഇറ്റ്സ് എ ബിറ്റ് ഓഫ് എ വർക്ക് സ്ലേവറി. കാരണം ഇൻഡെൻജേർഡ് ആണല്ലോ, 10 വർഷം കഴിഞ്ഞാൽ ഞങ്ങൾ വെറുതെ വിടുമല്ലോ ജീവനുണ്ടെങ്കിൽ. അപ്പൊ ഇതില് ബേസിക്കലി ഇവരെ എങ്ങനെ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇതിന് ഇതുണ്ട്, തട്ടിക്കൊണ്ടു പോവുകയല്ല, അങ്ങനത്തെ ചില മാന്യതകൾ അവർ കാണിക്കും. അതായത് നിങ്ങൾക്ക് ഞാൻ 2000 രൂപ തരാം 10 വർഷത്തേക്ക്. അപ്പൊ പല ആൾക്കാരും ദേ ഗോ ബിക്കോസ് ഈ 2000 രൂപ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വീട്ടുകാര്, ഞാൻ തിരിച്ചു വരുമോ ഇല്ലയോ, വീട്ടുകാർ സേഫായി. ദി ബേസിക്കലി സെല്ലിങ് ദെംസെൽഫ് ഓഫ്, ദി ഡോണ്ട് നോ വെദർ അവർ അപ്പുറം വരെ എത്തുമോ എന്ന് പോലും. ഇത് പോയി കഴിഞ്ഞാൽ ദർ ഇസ് നോ കോണ്ടാക്ട്. 10-15 വർഷം കഴിഞ്ഞാൽ യു ഹാവ് നോ ഐഡിയ വെദർ യു കം ബാക്ക് ഓർ നോട്ട്. ദ വേ ദേ വർ ട്രീറ്റഡ് ഇൻ ദീസ് ബാരാക്സ്, ഒറ്റമുറി വീടുകളാണ്. അപ്പം ചിലര് ഫാമിലി ആയിട്ട് കൊണ്ടുവരും, ദർ അബ്യൂസ്ഡ്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾക്ക് പോലും അവരെ ദേ വർ നോട്ട് ഗിവൻ ഫുഡ്. അവരെ വിമൻ വർ അബ്യൂസ്ഡ് മോസ്റ്റ് ഓഫ് ദ ടൈംസ്. അതൊരു ഓൺഗോയിങ് തിങ് ആണ്. അപ്പം യു ബേസിക്കലി യുവർ വൈറ്റ് മാസ്റ്റർ സ്ലേവ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്, അല്ലാണ്ട് കോൺട്രാക്ട് എംപ്ലോയി ആയിട്ടൊന്നും അല്ല ട്രീറ്റ് ചെയ്തിരുന്നത്. അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. നമ്മള് സം പീപ്പിൾ സൈൻ അപ്പ് ഫോർ ഇറ്റ്, സം പീപ്പിൾ ഇതിനൊന്നും ആയിരിക്കില്ല, അതിന്റെ അഡ്വർടൈസ്മെന്റിൽ ഇതൊന്നും ആയിരിക്കില്ലല്ലോ പറയാം. അവിടെ ചെല്ലുന്നു, ഷുഗർ കെയിൻ ക്രോപ്സ് വർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് വീടുണ്ട് കിടക്കാൻ. അന്നത്തെ കാലത്ത് ഇത് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം ഒരു വീട് പ്രോപ്പർ ഇതെന്നൊക്കെ പറയുന്ന ഒരു ഇതാണ്. ഇതില്ല, അവിടെ ചെല്ലുമ്പോഴാണല്ലോ അതിന്റെ ബാക്കി. അതെ, ഇവരെ വിളിച്ചോണ്ടിരുന്നത്, പ്രത്യേകിച്ച് ബീഹാറിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെ വിളിച്ചോണ്ടിരുന്നത് ഗിർമിത്യാസ് എന്നാണ്. ഗിർമിത്യാസ് എന്നാണ് അവർ ആ എത്നിക് ഗ്രൂപ്പിനെ വിളിച്ചോണ്ടിരുന്നത്. ഈ ഗിർമിത്യാസ് എന്നുള്ള പേര് വരാൻ കാരണം എന്ന് പറയുന്നത് എഗ്രിമെന്റ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഗിർമിത്യ എന്നാകുന്നത്. എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരും ഇയാള് അല്ലെങ്കിൽ ഇയാളുടെ ഫാമിലി ആയിട്ട് വെക്കുന്ന എഗ്രിമെന്റ് ആണ്. പിന്നെ ഇവർക്ക് ഇല്ലിറ്ററേറ്റ് ആണ്. എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ അവർ ആ പേപ്പറിൽ പറയുന്നത്, ബ്രിട്ടീഷുകാർ വായിച്ച് പറയുന്നത് അവരതിന് സമ്മതിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് കൊണ്ടുവന്നത്. കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് തുച്ഛമാണ്. ജസ്റ്റ് സർവൈവലിന് മാത്രമേ പറ്റത്തുള്ളൂ. ബേസിക്കലി സ്ലേവറി തന്നെയാണ്. കോൺട്രാക്ടിന്റെ അവസാനം ഇവർക്ക് തിരിച്ചു പോകാൻ വഴി ഉണ്ടാവില്ല. പല ആൾക്കാരും അവിടെ തന്നെ സെറ്റിൽ ആവുകയാണ് ചെയ്യുന്നത്. ഇത് ബ്രിട്ടീഷുകാർ ആദ്യം ചാടി കയറി സ്ലേവറി ബാൻ ചെയ്ത ശേഷം പിന്നീട് അയ്യോ നമുക്ക് സ്ലേവറി വേണമല്ലോ, എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിട്ട് അവർ കണ്ടുപിടിച്ച് പുതിയ ആശയം, പുതിയ കുപ്പി പഴയ കുപ്പി. ഈ ദാമോൻ കയ്യില് സീഡ്സ് കൊണ്ടുപോയ ഇതില്ലേ, ഞാനിത് റീലൊക്കെ കണ്ടു തോന്നുന്നു. നമ്മുടെ ആഫ്രോ അമേരിക്കൻ കൾച്ചറിൽ ഹെയർ ബ്രെയ്ഡിങ് ഭയങ്കര, അത് അവരുടെ എത്നിസിറ്റിയുടെ ഭാഗമാണ് ഹെയർ ബ്രെയ്ഡിങ്. അത് അവര് പറയുന്നത് ബേസിക്കലി ഈ ബ്രെയ്ഡ്സിൽ അവർ സീഡ്സ് ഒളിപ്പിക്കുമായിരുന്നു അത്ര. കോൺ റോസ് അങ്ങനെ എന്തോ അതിന് പറയാ. ഇത് സീഡ് ഒളിപ്പിക്കും ഇവര് കോണിന്റെ, സോ ദാറ്റ് ഒളിച്ചോടി പോയി എവിടെയെങ്കിലും പോകുമ്പോ ഈ സീഡ് നടാലോ ജീവിക്കാനായിട്ട്. അതിന് വേണ്ടി എലാബറേറ്റ് വീവ്സ് ചെയ്തിരുന്നത് ഒരു റീസൺ വാസ് ദിസ് എന്ന് എന്നോട് വായിച്ചിട്ടുണ്ട്. സത്യമാണോ എന്ന് അറിഞ്ഞൂടാ, ലെജൻഡ് ആണോ എന്ന് അറിഞ്ഞൂടാ, പക്ഷെ സീംസ് റൈറ്റ്. ലൈക്ക് യു നോ, ഇഫ് യു ക്യാൻ ഹൈഡ് കോൺ സീഡ്സ് ഇൻ യുവർ ഹെയർ ആൻഡ് ദെൻ റൺ അവേ. ഒരുപക്ഷെ ആയിരിക്കും, ഒരുപക്ഷെ ചിലപ്പോൾ അർബൻ ലെജൻഡ് ആയിരിക്കും, നമുക്ക് അറിയാൻ വഴിയില്ല. കാരണം നേരത്തെ പറഞ്ഞ കഥ പോലെയാണോ എന്ന് അറിഞ്ഞൂടാ. അതെ, നമുക്കിതെല്ലാം ഓറൽ ഹിസ്റ്ററീസ് ആണ്. ഓറൽ ഹിസ്റ്ററീസ് നമുക്ക് എത്രത്തോളം റിലേ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. അതാണ് പ്രശ്നം. ഒരുപാട് ചരിത്രങ്ങൾ നമുക്കിങ്ങനെ സംശയമനയിൽ നിർത്തേണ്ടി വരും. ജമ്പിംഗ് ദ ബ്രൂം എന്നുള്ള കസ്റ്റം ഒക്കെ അവർക്ക് കല്യാണം കഴിക്കാൻ ഐ ഡോണ്ട് തിങ്ക് ദേ ഹാഡ് ദ റൈറ്റ് ടു ഗെറ്റ് മാരിഡ്. ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു. അപ്പൊ ഈ ജമ്പിംഗ് ദ ബ്രൂം ഒക്കെ അതും അങ്ങനെ വന്നൊരു കസ്റ്റമാണ് അത്ര. അങ്ങനെ അതിന്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി ഉണ്ട്. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട് സ്റ്റോറി, ബട്ട് ബേസിക്കലി ദേ ഡിഡ്ന്റ് ഹാവ് ദ റൈറ്റ് ടു ഗെറ്റ് മാരിഡ്. പള്ളിയിലൊന്നും പോകാൻ പറ്റില്ല. അപ്പം ജമ്പിംഗ് ദ ബ്രൂം ബസ്. എക്സ്റ്റിങ്ഷനെ കുറിച്ചല്ലേ പറഞ്ഞത്. അപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുപാട് ജീവികൾ എക്സ്റ്റിൻറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഓൺ പർപ്പസ് നമ്മൾ എക്സ്റ്റിൻറ്റ് ആക്കിയ ഒറ്റ ജീവിയേ ഉള്ളൂ കേരളത്തിൽ. അത് സോൾട്ട് വാട്ടർ ക്രൊക്കഡൈൽ എന്ന് പറയുന്ന സാധനമാണ്.
ഇതിന് ഒരു 20 മുതൽ 30 അടി വരെ നീളമുണ്ട്. പണ്ട് കേരളത്തിലെ ചതുപ്പ് നിലത്തിലെല്ലാം ഓ ഇത് അത് ശരി. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഞാനിത് ഓസ്ട്രേലിയയിലുണ്ടെന്ന് എനിക്കറിയാം. ഓസ്ട്രേലിയയിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫിയേർഡ് സാധനമാണ് സോൾട്ട് വാട്ടർ ഉം. ക്രോക്കഡൈൽ. കേരളത്തിലുണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ വർഷം ഒരു ബുക്ക് ഇറങ്ങി, NS മാധവന്റെ ഭീമച്ചൻ എന്ന് പറഞ്ഞിട്ട്. അതൊരു മോബി ഡിക്ക് പോലത്തെ ഒരു കഥയാണ്. ലൈക്ക് ഭീമച്ചൻ എന്ന് പറഞ്ഞാൽ മുതലേ ഹണ്ട് ചെയ്യുന്നതാണ്. അപ്പം പുള്ളി ഒരു ക്യാപ്റ്റൻ അഹാബ് മോബി ഡിക്ക് ആ ഒരു ബന്ധമാണ്, അതുപോലെയാണ് കാണിക്കുന്നത്. പുള്ളി ആ കഥ ബേസ് ചെയ്തേക്കുന്നത് 1906 നടന്നൊരു മുതലവേട്ടയെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് CS ഗോപാലപ്പണിക്കർ എന്ന ഒരാള് ഒരു മാഗസീനിൽ പുള്ളി അതിന്റെ ഒരു വിവരണം എഴുതി. ഇതൊരു മുതലെ ഹണ്ട് ചെയ്യാൻ പോകുന്നത്. ഇത് ചില ക്രിറ്റിക്സിന്റെ ഒക്കെ അഭിപ്രായത്തില് മലയാളത്തിലെ ലക്ഷണമൊത്ത രണ്ടാമത്തെ ചെറുകഥയായിട്ടൊക്കെ കാണുന്നത്. ഇത് 20th സെഞ്ചുറിയുടെ ബിഗിനിങ് വരെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു ഈ സാധനം. ഇതിനെ നമ്മൾ ഹണ്ട് ചെയ്ത് എക്സ്റ്റിങ്ക്റ്റ് ആക്കിയത്. ഇത് ഇന്ന് ഇന്ത്യയിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലും ചിലപ്പോൾ ഒറീസയിലെ വല്ല ഭാഗത്തൊക്കെ കാണുള്ളൂ. കേരളത്തിൽ നിന്ന് നമ്മൾ മനഃപൂർവ്വം തുടച്ചു മാറ്റിയൊരു ജീവിയാണ് സോൾട്ട് വാട്ടർ ക്രോക്കഡൈൽ. കേരളത്തിൽ മുതലേ ഉണ്ട്, നെയ്യാർ ഡാമിലൊക്കെ ഉണ്ട്. പക്ഷെ അത് സോൾട്ട് വാട്ടർ അല്ല, അത് അത് ചീങ്കണ്ണിയാണ്. മഗ്ഗേഴ്സ് ചീങ്കണ്ണിയല്ലേ? മഗ്ഗേഴ്സ് എന്നാണ് പറയുന്നത്. സോ എനിവേ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് അത് എക്സ്റ്റിങ്ക്റ്റ് ആക്കാൻ വലിയൊരു കഥയുണ്ടായിരുന്നു. ഞാൻ വിരൽ പോളിന്റെ രണ്ടാമത്തെ ഒരു ബുക്ക് ഞാൻ വന്ന് പരിചയപ്പെടുത്താം, ദളിത് ചരിത്ര ദംശനം. അപ്പൊ ഇതാണ് ദളിതരുടെ ഹിസ്റ്ററിയാണ്. അപ്പം പണ്ട് ഈ ഒളിച്ചോടിയ അടിമകളുടെ കാര്യം പറഞ്ഞല്ലോ. കേരളത്തിൽ ഇതേപോലെ ഒളിച്ചോടിയ അടിമകളുണ്ട്. ചിലരൊക്കെ ഈ മുണ്ടക്കയം പോലുള്ള സ്ഥലത്തൊക്കെ പോയി കാട്ടിനുള്ളിലൊക്കെ പോയി താമസിക്കും. അവിടെ പിന്നെ മിഷണറിമാരൊക്കെയാണ് പോയി അവരെ കണ്ടുപിടിക്കുന്നത്. ഇവരെ ഹണ്ട് ചെയ്യാനൊക്കെ വേറെ ആൾക്കാരുണ്ടാവും, ഈ രക്ഷപ്പെട്ടു പോകുന്ന സ്ലേവ്സിനെയൊക്കെ തിരിച്ചുകൊണ്ട്. അതേപോലെ ഈ ചതുപ്പ് നിലങ്ങളിലൊക്കെ ഈ അടിമകള് കൂടുതലും പുലയരൊക്കെയാണ്, അവര് പോയി ഒളിച്ചിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ഈ ഏരിയയിലോട്ടൊന്നും മനുഷ്യർ വരുത്തില്ല. കാരണം കംപ്ലീറ്റ്ലി മുതല ഇൻഫെസ്റ്റഡ് ആണ്. അപ്പർ കാസ്റ്റ് ആൾക്കാർ, ഈ സ്ലേവ് ഹണ്ടേഴ്സ് ഒന്നും വരില്ല. ആൾക്കാർ പോകാൻ ഭയപ്പെട്ടിരുന്ന സ്ഥലമാണ്. അങ്ങനെ ഇങ്ങനെയുള്ള സ്ലേവറിയെ പേടിച്ചിട്ട് ഈ മുതല ഇൻഫെസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ആൾക്കാർ പോവായിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മൾ ഹിസ്റ്ററി ബുക്സ് നമ്മൾ അറിയില്ല. ഈ ഒരു ഫോഴ്സ്ഡ് മാൻ ടു ആനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് കൂടുതൽ ഈ മുതലയെ നമ്മൾക്ക് ഒന്ന് ഉന്മൂലനം ചെയ്യാൻ പറ്റിയത്. എനിവേ അത് കൂടുതൽ സമയം എടുക്കുന്നില്ല ഒരു സിംഗിൾ ഓതറിന്റെ പുറത്ത്. പക്ഷെ ഇറ്റ്സ് എ വെരി ഗുഡ് റൈറ്റർ, ഒരു പോപ്പുലർ ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഭയങ്കര എന്റർടൈനിങ് ആണ്, ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ദാറ്റ്. താങ്ക് യു അനൂപ്. അത് പുതിയ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സാധനമാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. ഉടനെ തന്നെ ചാടിപ്പിടിക്കുന്നതായിരിക്കും. സാൻഡിയുടെ ബുക്കിന്റെ ഒരു റിസർച്ച് ആയിക്കോട്ടെ, എന്റെ ലിങ്ക് അയച്ചത്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമ്മുടെ ഹിസ്റ്ററിയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ തുടച്ചു നീക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇതല്ലെങ്കിൽ ഇതൊന്നും ഡിസ്കസ് ചെയ്യാത്തൊരു ഹിസ്റ്ററി പോലെയല്ലേ ശരിക്കും? തീർച്ചയായിട്ടും നമുക്കിപ്പം നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് പലപ്പോഴും മനഃപൂർവ്വം ആയിരിക്കത്തില്ല. അപ്പർ കാസ്റ്റ് ഹിസ്റ്റോറിയൻസ് ആണ് എഴുതുന്നത്. അപ്പം അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളെ എഴുതത്തുള്ളൂ, അവർക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളെ എഴുതത്തുള്ളൂ. അതുകൊണ്ട് ഞാനൊരു വലിയ കോൺസ്പിറസി അതിന്റെ പിന്നിൽ കാണുന്നില്ല. പക്ഷെ ഇറ്റ്സ് വെരി ട്രാജിക്. നമുക്ക് ഇതും പതുക്കെ നമ്മുടെ ഹിസ്റ്ററി ബുക്സിൽ ആഡ് ചെയ്യേണ്ടതാണ്. ഈ ആൾക്കാര് DNA ഇത് ചെയ്യുമല്ലോ, വെരി കോമൺ. ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം ഈ US ഉള്ളവർ ചെയ്യുമ്പം പലരും ലൈക്ക് കണ്ടു കഴിഞ്ഞാൽ വളരെ വൈറ്റ് ആൾക്കാരാണ്. പക്ഷെ ഹിസ്റ്ററി ഇതെടുത്ത് നോക്കുമ്പം 30% ഇന്ത്യൻ ആൻസിസ്ട്രി എന്നൊക്കെ പറയുമ്പോൾ അവർ ഞെട്ടുന്നുണ്ട്. കാരണം ഇത് എവിടെ നിന്ന് വന്നു ഈ ഇന്ത്യൻ ആൻസിസ്ട്രി? മൈ പേരൻസ് ആർ ഐറിഷ്, അവരുടെ അമ്മുമ്മ ജർമ്മൻ, ഇടയിൽ വെച്ചൊരു ഇന്ത്യൻ ആൻസിസ്ട്രി കടന്നുകൂടിയിട്ടുണ്ട്. ലൈക്ക് ദിസ് ഇസ് ഓൾ ഇയേഴ്സ് ഓഫ് പീപ്പിൾ. നമ്മൾ ആലോചിക്കുമ്പം എവിടെ നിന്നായിരുന്നു ഇന്ത്യൻസ് ആ നാട്ടിലുണ്ടായിരുന്ന US ഇങ്ങനെ പോയതായിരിക്കും. ഇവിടെ നിന്ന് പോയി ആഫ്രിക്കയിൽ പോയി അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയതാവാം. For all you know. ഇത് നമ്മുടെ പ്രോഗ്രാം ആയി പോയല്ലേ അടിമ ചരിത്രം എന്നൊക്കെ കേൾക്കുമ്പോ ഫസ്റ്റ് എബ്രഹാം ലിങ്കന്റെ അത് കഴിഞ്ഞ് പുള്ളി അത് വരും. പിന്നെ ഇന്നാളൊരു ബ്രിട്ടൻസ് ഗോട്ട് ടാലന്റ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയൻ വന്നിരുന്നു. ഡലീസോ ചെപ്പോണ്ട എന്നാണ് അവന്റെ പേര്. മലാവിക്കാരനാണ്. പുള്ളി ബ്രിട്ടനിൽ സെറ്റിൽഡ് ആണ്. അപ്പൊ പുള്ളി ഒരു വിറ്റ് പറഞ്ഞ വിറ്റ് കിട്ടിയതോടെ പുള്ളിക്ക് ഒരു ഗോൾഡൻ ബസർ കിട്ടി. റൗണ്ടിലേക്ക് കുറച്ചു കാലമായി വന്നത്. ഇപ്പൊ ലോക്ക്ഡൌണിന് മുമ്പ് കണ്ടു സംഭവം. ഞാൻ ഈ ഇടയ്ക്ക് വീഡിയോ കണ്ടു. പുള്ളി പറയാണ് ഐ എം റിയലി ഹാപ്പി നോ. ഞങ്ങൾ ഭയങ്കര ലക്കിയാണ്. ബിക്കോസ്
centuries ago, this could have been an auction. ആക്ച്വലി പുള്ളി സ്റ്റേജിൽ നിന്ന് പറയുന്നതാണ്. അപ്പോ അതാണ് മിക്കവാറും ഈ സ്ലേവ് ട്രേഡ് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ ചിന്തിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇതുണ്ടായെന്നുള്ള കാര്യമൊന്നും, അഥവാ സ്ലേവറി ഉണ്ടായിരുന്നു, കാസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്ലേവറി ഉണ്ടായിട്ട് പോലും നമ്മൾ അതിനെപ്പറ്റി പോലും ചിന്തിക്കുന്നില്ല. അടിയാൻ എന്നൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ട് അടിയന്മാർ അത് സ്ലേവ് എന്ന് തന്നെയാണ്. പറയുമ്പോ അതല്ല ഇല്ല, അറബി. പഴയ മലയാള ബേസിക്കലി സിനിമ അവരെ നമ്മൾ അവരെ അറബി പൂട്ടിയിട്ടിട്ടില്ല ഫിഷിയാണ്. പൂട്ടിയിട്ടിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ അവർക്ക് യു മെയ്ഡ് ദം ഡിപ്പെൻഡന്റ് ഓൺ ദിസ്. അല്ലല്ല, നമ്മുടെ ഇൻഡെഞ്ചേർഡ് മൂവീസ് ഉണ്ടല്ലോ, ലൈക്ക് ഫോർ ജനറേഷൻസ്. പ്രേം നസീറിന്റെയും ജയന്റെ ഒക്കെ മൂവി ഉണ്ടല്ലോ, അടിമച്ചങ്ങല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊന്നും കണ്ടിട്ടില്ലേ? അവിടെ പണ്ട് DD1 DD2 സ്ഥിരമായ DD4 വന്നൊരു സിനിമയായിരുന്നു. പണ്ടത്തെ വലിയേട്ടന. അടിമച്ചങ്ങല. പോയിരുന്നു കാണണം, സൺഡേ വാച്ചാൽ. എന്നിട്ട് എന്നെ തല്ലെടുത്തട്ടോ. പക്ഷെ ഈ മറ്റേ മഞ്ഞവെയിൽ വർണ്ണങ്ങളില് ദർ ഇസ് എ മെൻഷൻ മൗറീഷ്യസിലേക്ക് പോയ ഇന്ത്യക്കാരെ കുറിച്ചൊക്കെ. ഐ തിങ്ക് ദർ ഇസ് എ മെൻഷൻ, പോയി എന്നല്ല, ഇതുപോലെ ഇൻഡെൻജേർഡ് ലേബറേഴ്സ് ആയി കൊണ്ടുപോയതിനെ കുറിച്ച് മെൻഷൻസ് ഉണ്ട്. ബട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് നമ്മുടെ ആൾക്കാർ അതിൽ ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളത് എനിക്കൊരു അറിവാണത്. അല്ല, മഞ്ഞവേൽ മരണങ്ങളൊക്കെ ഒരുപാട് ഫിക്ഷണലാണ്. കാരണം ചാഗോസ് ആർക്കിപ്പെലോഗയില് അങ്ങനെ മനുഷ്യർ ഒരുപാട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ഇറ്റ് വാസ് എ ബ്രിട്ടീഷ് മിലിറ്ററി ബേസ് ഒക്കെ. അതുകൊണ്ട് ഞാൻ ബേസ് ആണ്. അപ്പൊ അതിലുള്ള കഥകളൊക്കെ മൊത്തം ഫിക്ഷൻ ആയിട്ടാണ് ഞാൻ എടുത്തത്. മേ ബി ഐ ഡോണ്ട് നോ, പാർട്ട് ഓഫ് ഇറ്റ് ഈസ് ട്രൂ. ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി, വായിക്കണം, എന്തായാലും വായിക്കണം. അപ്പോ നെക്സ്റ്റ് ബുക്ക്, എനി വോളണ്ടിയേഴ്സ്? ഒരു ചെറിയ ഒരു മെൻഷൻ, കഴിഞ്ഞ വട്ടം മിസ്സായി പോയ സാധനമാണ്. കാൾ സാഗൻ. ഞാൻ ആദ്യം വായിച്ച നോൺ ഫിക്ഷൻ ഞാൻ മിസ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ. സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്കൊരു ചാപ്റ്റർ പഠിക്കാനായിരുന്നു, കോസ്മോസ് എന്നൊരു ചെറിയൊരു ചാപ്റ്റർ പ്ലസ് ടുവിന് പഠിക്കാനായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് കാൾ സാഗന്റെ ബ്രോഡ്കാസ്റ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞൊരു പുസ്തകം. അത് കുറെ ആയി വായിച്ചിട്ട്. ഞാനിപ്പോ ഈ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് പൊടി തട്ടി നോക്കിയതാണ്. അതിനകത്തൊരു, അതായത് പോൾ ബ്രോക്ക എന്ന പേരിലൊരു ഫ്രഞ്ച് ഫിസിഷ്യൻ ആണെന്ന് തോന്നുന്നു. പുള്ളി ബ്രെയിൻ, അതായത് അനാട്ടമിസ്റ്റ് ആയിരുന്നു. ബ്രെയിൻ ഒക്കെ എടുത്ത് പുള്ളിക്ക് അതിലായിരുന്നു കൂടുതൽ താല്പര്യം, ബ്രെയിൻ സ്റ്റഡി. അപ്പൊ ആ സമയത്തൊക്കെ കണ്ടപ്പോഴാണ് ഇത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഈവൻ ഇത് പുറത്തെടുത്ത് മൃതദേഹം പുറത്തെടുത്ത് പഠിക്കുന്നതൊക്കെ ചർച്ചിന് പ്രശ്നമുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ പുള്ളി അത് സീക്രട്ടീവ്ലി അത് ലാബിൽ വെച്ചിരുന്നു. അതായത് ഫോർമലിൻ സൊല്യൂഷൻ പോലെ എന്തോ ഒരു സാധനത്തിനകത്ത് ബ്രെയിൻസ് പഠിക്കാൻ വേണ്ടി വെച്ചിരുന്നു. പുള്ളിയുടെ ബ്രെയിനും അത് അവസാനം പുള്ളി ഡൊണേറ്റ് ചെയ്തിരുന്നു. അതായത് ആ ടൈമിൽ തന്നെയാണ്, പുള്ളി ജീവിച്ചിരുന്ന സമയത്ത് തന്നെയാണ് ഇത് ചർച്ച് സയൻസിനോട് കുറച്ചുകൂടി ഒരു ലിബറൽ ആയിട്ടുള്ള സംഭവം സ്വീകരിച്ചത്, ഒരു ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ പുള്ളി മെൻഷൻ ചെയ്തിരിക്കുന്ന പുള്ളിയുടെ ബ്രെയിൻ ഇപ്പോഴും എവിടെയോ സൂക്ഷിച്ചിട്ടുണ്ട്, അതായത് ഫോർ ഡിസ്പ്ലേ പർപ്പസ്. അപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഫാമേഴ്സ് ഫെയർസിലൊക്കെ ചില ഈ മറ്റേ അത്ഭുതങ്ങളെ കാണിക്കാറുണ്ട്. ഇപ്പൊ വലിയ മറ്റേ ഈൽഡുള്ള മറ്റേ മത്തങ്ങ അതൊക്കെ കാണിക്കുന്ന പോലെ തന്നെ ഫാം ആനിമൽസിനെയും കാണിക്കും, ചിലതിനെയൊക്കെ, ചില വലിയ ഫാം ആനിമൽസിനെയും. അതിലൊരു കുതിരയുടെ കാര്യം പറയുന്നുണ്ട്. ഹോഴ്സ് ദാറ്റ് കുഡ് ഡു മാത്ത്, സിമ്പിൾ അരിത്തമെറ്റിക് ചെയ്യാൻ പറ്റുന്ന ഒരു കുതിരയെ പറ്റി. അപ്പോ നമ്മൾ ചെറിയൊരു പ്രോബ്ലം കൊടുത്തു. ഹാൻസ് ദ ഹോഴ്സ് 5+7 ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഹോഴ്സ് നിലത്ത് ഇങ്ങനെ കൊട്ടും, 12 പ്രാവശ്യം കൊട്ടും. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ അരിത്തമെറ്റിക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടി കുറെ സയന്റിസ്റ്റുകൾ മറ്റവര് വന്നു. അവര് കണ്ടുപിടിച്ചൊരു കാര്യം, ഓണർ അടുത്ത് നിന്നപ്പോൾ മാത്രമാണ്, ഓണറുടെ സാന്നിധ്യം അറിയുമ്പോൾ മാത്രമാണ് കുതിര അത് ചെയ്യുന്നത്. അപ്പോൾ അത് ആക്ച്വലി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായ ഒരു സംഭവം, അവരുടെ ഒരു തിയറി എന്താന്ന് വെച്ചാൽ, ഈ ഓണറിന്റെ ബിഹേവിയർ അതിന് മനസ്സിലാവും. ലൈക്ക് ഒരു എമ്പത്തി പോലെ ഒരു സംഭവം ഉണ്ട് അനിമൽസിന്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് പുള്ളി കറക്റ്റ് ആൻസറിന്റെ അടുത്തേക്ക് ആ ടാപ്പ് എത്തുമ്പോൾ അയാളുടെ ഇത് മാറും. അപ്പോഴാണ് പുള്ളിക്ക് അത് കുതിരയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് അത് കിട്ടിയെന്നൊരു തിയറി അതിനകത്തുണ്ട്. അങ്ങനെ പല സാധനങ്ങളും ഡീമിസ്റ്റിഫൈ ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഈ പുസ്തകം. ഇത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇതെല്ലാം കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് ആണ്. പുള്ളി പല മാഗസിൻസിൽ മറ്റേ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കാൾ സാഗന്റെ ആർട്ടിക്കിൾസ് ആണ്. കുതിര നല്ലൊരു പുസ്തകമാണ്. ചോദിക്കുന്ന ആളുടെ മൈക്രോ എക്സ്പ്രഷൻസ് റീഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഒരു തിയറി. ബോഡി ലാംഗ്വേജ്.
പലപ്പോഴും അവർക്ക് ഉത്തരം അറിയത്തില്ലെങ്കിൽ കുതിരയ്ക്കും ഉത്തരം അറിയില്ല. അങ്ങനെയാണ് സംഭവം. സോറി അപ്പൊ കൃഷ്ണകുമാർ, കണ്ടിന്യൂ ചെയ്തോ. ഇല്ല, എനിക്ക് അതേ പറയാനുള്ളൂ. എനിക്ക് ഇത്രയും ഓർമ്മയുള്ളൂ അതിനെ പറ്റി. ഉം. അപ്പോ എ- 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 അതാണ് ഞാൻ ഇങ്ങനെ വാങ്ങിച്ച് മിസ്സായിപ്പോയത്. അടുക്കി വെച്ചിട്ടുണ്ട് കാൽ സേഗന്റെ പുസ്തകങ്ങൾ. ഇതുവരെ വായിക്കാൻ എനിക്കൊരു പ്രശ്നമുണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് ഹാവ് ഇറ്റ് ഓൾസോ. പുതിയ പുസ്തകങ്ങൾ വാങ്ങിച്ചാൽ ഞാൻ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു തീർക്കും. പക്ഷെ ഞാൻ ഇപ്പം ഒരുപാട് മറ്റേ പഴയ പുസ്തകങ്ങൾ വാങ്ങിക്കണ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കും. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് തൊടത്തില്ല. അത് നേരെ ഷെൽഫിൽ എടുത്ത് വെച്ചിട്ട് പിന്നെ വായിക്കാൻ എന്നിട്ട് ഒരു അട്ടിയായിട്ട് സാധനങ്ങൾ ഇരിപ്പുണ്ട് അതിൻ്റെ അകത്ത്. പുതിയ പുസ്തകങ്ങൾ ഞാൻ വാങ്ങിച്ചാൽ അപ്പം തന്നെ വാങ്ങിക്കും. ലൈബ്രറിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിവർത്തിയില്ല, തിരിച്ചു കൊടുക്കേണ്ടി വരും, അപ്പോൾ വാങ്ങിക്കും. പക്ഷെ ഈ സെക്കൻഡ് ഹാൻഡ് പുസ്തകം വായിക്കാൻ ഒരു വഴി എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അതവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ വേറെ വാങ്ങിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ചില സമയത്ത് ഈ പുസ്തകം ഇവിടെ ഉണ്ടെന്ന് മറന്നിട്ട് ഞാൻ പോയി അതിന്റെ ഓഡിയോ ബുക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ഇ ബുക്ക് എടുക്കുകയോ ചെയ്യും. എനിവേസ്, ഇപ്പൊ എനിക്കും നമുക്ക് അനൂപ് അല്ല എനിക്കും സിമിലർ സിറ്റുവേഷൻ ഉണ്ട്. പഴയതും വായിക്കില്ല, പുതിയതും വായിക്കില്ല. പക്ഷെ പഴയത് ഇതാണ് കൂടുതൽ നമുക്ക് പണ്ട് എപ്പോഴെങ്കിലും നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എനിക്ക്. So, നമുക്ക് ആ ഇമ്മീഡിയറ്റ് ത്വരയില്ല, പക്ഷെ വി ജസ്റ്റ് വാണ്ട് ടു ആഡ് ഇറ്റ് ഫോർ ഇൻ ടു ദ കളക്ഷൻ ഫോർ ലേറ്റർ യൂസ്. ആ ഒരു ഫീലിംഗിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ Sure. ഇനിയും ഈ ചർച്ച ഇനിയും ഒരുപാട് തുടരാനുണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. Till then, this is എഴുതാപ്പുറം signing off. Sandeep, Lekha, Krishnakumar and Anu. See you later.